ഹാപ്പി ഓണം എല്ലാവർക്കും. ആ, ഞങ്ങൾ ഇന്ന് കൊടൈക്കനാലിന്റെ 2ാമത്തെ ദിവസമാണ്. ഇപ്പോൾ വന്നിരിക്കുന്നത് മന്നവന്നൂർ എന്നൊരു സ്ഥലത്ത് ഷീപ്പ് ഫാമിലാണ്. അപ്പോൾ വന്നപ്പോൾ തന്നെ ഇത്ര നേരം മഴയുണ്ടായിരുന്നു, നല്ല അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആയിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ തന്നെ നല്ല കാറ്റും മഴയും കൂടി പെയ്തു. മഴ പോയി ഇപ്പം മഴ പോയി. അപ്പോൾ ഞങ്ങളിത് ഷീപ്പിനെ അവർ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. അത് നേരത്തെ വന്ന സമയത്ത് ഞങ്ങൾ ഷീപ്പിനെ കണ്ടു. അവരിങ്ങനെ മേയിച്ചു കൊണ്ടുവന്നിട്ട് അവരിങ്ങടെ തിരിച്ചു കൊണ്ടുവന്നത്. അപ്പോൾ ഒരേ ബാച്ചായിട്ടാണ് കൊണ്ടുവരുന്നത്. കാണിച്ചു തരാട്ടാ. ഷീപ്പിനെ മേയാൻ വിട്ടിട്ട് തിരിച്ചു കൊണ്ടുവരുന്നത് കേട്ടോ ഓരോ ടീം. അടിപൊളി കൂട്ടത്തോടെ തന്നെയാണ് ഓരോരുത്തർ. ഫെമി എങ്ങനെ ഡ്രീ ഫെമിയാണ് ഷീപ്പിനെ ഓടിക്കണത്. വിളിക്കണോടത്ത് പോ. ഷീപ്സിനെ ഓടിക്കണ ഫെമിയാണോ? എങ്ങനെയുണ്ട് ഷീപ്പ്? മഴ തുടങ്ങിയല്ല, തൊടാൻ പാടില്ല. അടിപൊളി ഫെമി. ഇയാള് ഷീപ്പിനെ തൊടാൻ വേണ്ടി പോണേട്ടാ. എഴുതിൻ്റെ അടുത്തേക്ക് വേണുണ്ട്. ഒന്നും കൊടുക്കൂല ഞാൻ, സമാധാനം ആയിക്കോട്ടെ. അയ്യോ, നത്തിങ് എൽസ്. വീഡിയോ ഉണ്ടോ? തൊടാൻ പാടില്ല. ഇതിനൊക്കെ ഓരോ ഇതുണ്ട്. ഇത് ചെമ്മരിയാടിൻ്റെ ടച്ച് ചെയ്യാൻ പാടില്ല. കഴിച്ചോടാ മോനെ. ഇതിൻ്റെ ചെവിയിലൊക്കെ എന്തൊരു സാധനമൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ടാ. ഒരു ചെവിയിൽ കമ്മൽ പോലെ സാധനം അടിച്ചു വെച്ചിട്ടുണ്ട്. ബാക്കിലൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോന്ന്. അവൻ പോയല്ല. ഇതുണ്ട്, ഇതിനകത്ത് ഒരു ചെടിയാണത്. ഇതിൻ്റെ പഴം എന്താ? സുണ്ടക്ക. ഇത് ആട് സാപ്പിടുമാ? ആ, ഇത് സാപ്പിടുന്നത്. ആ, ഓ, ഇത് പച്ച സമയത്ത് നമ്മൾ കഴിക്കണത്. പഴുത്ത് കഴിക്കാൻ പാടില്ല. ഇത് സ്വീറ്റാണോ? അയ്യോ, ആ, ശരിവിருக்கு ഒരു മുളക് മാതിരി. ആ, കളയണം തോളൂ. ഇത് മറ്റേ പ്രഷർ ഇഷ്യൂ. இந்த மாதிரி காயை தட்டிட்டு லேசாக தண்ணியில் அலசிட்டு குழம்பு வச்சு சாப்பிடுவாங்க. ஓ, அப்போ நல்லா இருக்கு. தட்டிட்டு சாராக்கும், குழம்பாக்கும். இந்த ஷிப் பேட்ச் எத்தனை ஷிப் இருக்கு? எவ்வளோ ஷிப் இருக்கு? இதா மொத்தத்துலையா? மொத்தத்தில் 400 400 இருக்கு மொத்தம். இந்த பேட்ச் இதில் 47. 47. தம்பி உள்ள போகாத, தம்பி உள்ள போகாத. இந்த ரோமம் இப்ப எந்த எடுத்தாச்சு. சின்னது இதுகளுக்கு வயசு வரலன்னா ஒரு வருஷம் ஏஜ் ஆகல, அதனால எடுக்காம விட்டுருக்கு. ஒரு வருஷம் எடுத்தாச்சு. ஒரு வருஷத்துக்கு ஒரு வருஷத்துக்கு ஒரு പ്രാവശ്യം.
ഇപ്പൊ എല്ലാം എടുത്താച്ച് எல்லாம் எடுத்து എടുത്തിട്ട് എത്ര നാളായി? இது வந்து எடுத்து ஒரு 20 நாள் ஆகுது. 20 നാള്. ஆமா ஆமா. ഓ இது எல்லாம் எடுத்து வச்சுட்டு மார்ச் மாசம் எடுப்பாங்க. എടുക്കാത്ത பாப்பா டச் பண்ணக்கூடாது. உள்ள போனீங்கன்னா ஓடிக்கிட்டே தான் இருக்கான். എടുക്കാത്ത രോമുള്ള ആട് എടുക്കാ. அதுதான் இது. ഏത്? இந்த இருக்கு பாருங்க முன்னாடி. இந்த ഈ കളർ വ്യത്യാസമുള്ളത്. ஆமா. ഓ இதுல ரெண்டு இது இருக்கு. ആ ஒன்னு அவிக்காலி ஒன்னு பாரத் மெரினோ. ഒന്ന് அவிக்காலி அந்த வெள்ளையா இருக்கிறது அவிக்காலி. അവിക്കാലി. இது வந்து பாரத் மெரினோ. ഭാരത് മെറിനോ. മറ്റേത് അവിക്കാലി. ஆமா அவிக்காலி. ആ വൈറ്റ് അവിക്കാലിയാണ്. ഈ കളറ് ഭാരത് മെറിനോ അല്ലേ? ഇതിന്റെ രോമം എടുത്തിട്ടില്ല. ഇത് എന്തെടുക്കും രോമം? போகாம இருங்க, உள்ள போகாம இருங்க. அதோ உள்ள போகாம இருங்க. உள்ள போனீங்கன்னா ஆடு கூட கலஞ்சி வந்துருங்க. കൊള്ളാല്ലേ? എന്ത് വേറെ എന്തൊക്കെ ഇருக்கு என்னது? ഇവിടെ? ഷീപ്പ് பாத்தீங்களா? റാബിറ്റ് പാത്രല്ലേ? இந்த அப்படியே உள்ள போய் ராபிட் பார்க்கலாம். அங்கிட்டு போனா லேக் வியூ பார்க்கலாம். ലേക്ക് വ്യൂ ആക്കലാം. ഓക്കെ. அடுத்து போனா வெளியே அங்க லேக் போனீங்கன்னா போட்டிங் இருக்கு. ഓക്കെ ബോട്ടിങ് പോയാലോ? അപ്പോൾ ഇതാണ് നമ്മുടെ ഷീപ്പിന്റെ പരിപാടി. മന്നവന്നൂർ ഷീപ്പ് ഫാം അല്ലേ? ഉങ്ങനെയും மன்னம்னூர் கைகாட்டி ഉങ്ക പേരെന്ത്? எம் முருகன். എം മുരുകൻ. എം പേര് മനീഷ്. എറണാകുളത്ത് വന്നിരിക്കുക. எர்ணாகுளம். എറണാകുളം. ഉങ്ക ഊര് ഇങ്ക തന്നെ. எங்க ஊர் இங்கே தான். நான் பிறந்து வளர்ந்தேன். ഓക്കെ. സുണ്ടൊക്കെ വരയ്ക്കാണോ നീ? സുണ്ടൊക്കെ കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിട്ടത്. അല്ല ജസ്റ്റ് നമ്മുടെ വ്യൂവേഴ്സിന് കാണിച്ചു കൊടുക്കാൻ. ഇതാണ് സുണ്ടയ്ക്ക. ഇതാണ് സുണ്ടയ്ക്ക. ഇതിന് കുറേ ബെനിഫിറ്റ്സ് ഉണ്ടെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. അതെ 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 അതെ. ചുമ്മാ കഴിക്കുമ്പോ ടേസ്റ്റ് ചെയ്യാൻ പറഞ്ഞല്ലോ. എന്റെ പൊന്നോ, ഒരു എരിവ്, ഒരു മധുരം, ഒരു പുളി എല്ലാം കൂടി മിക്സ്ഡ് സാധനം. ഇത് നോക്കുമ്പോ നമുക്ക് കുഞ്ഞു തക്കാളി അല്ലേ? അതെ, കുഞ്ഞു തക്കാളി. പക്ഷെ ഇത് കൊള്ളാം. ഇതാണ് അതിന്റെ ചെടി. നിറയെ പൂ പോലെ ഉണ്ടായി നിക്കണല്ലേ? ഈ ദൂരെ നോക്കുമ്പോ ഒരു പൂവാണെന്ന് വിചാരിച്ചു. പക്ഷെ ഇത് അടുത്ത് വന്നപ്പോഴാണ് ഇത് മനസ്സിലായത്. റാബിറ്റിൻ്റെ സെക്ഷനിലേക്ക് അടയ്ക്കേണ്ട നല്ല അടിപൊളി സ്ഥലമുണ്ട്. ഇത് മൊത്തം ഒരു കുന്നുപോലെ. ഇത് റാബിറ്റ് ഷെഡ്. ഡോണ്ട് ഡിസ്റ്റർബ് റാബിറ്റ്സ്, ഡു നോട്ട് ഫീഡ് റാബിറ്റ്സ്. ഉണ്ട്. ഒരു പേരുണ്ട്, വൈറ്റ് ജെയിന്റ്. കുഞ്ഞുങ്ങളാണ്. അറിയില്ല. ആ ബേബീസ് ആണ്. ആണോ? ആ ബേബീസ് ആണ്. എങ്ങനെ നീക്കുമ്പോ ക്ലിയർ ആയിട്ട് കണ്ടായിരുന്നല്ലോ അതിന്റെ മുഖം. നടക്കണെങ്കിൽ അടിപൊളിയാണ്. നോക്കണുണ്ട്. അത് കൊള്ളാം. അമ്മ എണീച്ചൂട്ടാ. നമ്മൾ ഷൂട്ട് ചെയ്ത് കണ്ടിട്ട് എഴുതിട്ടായിരിക്കും. നോക്കാം. എവിടെയുണ്ട് ബേബി? ഇത് കുറച്ചുകൂടി വലിയ പീസാണ്. ഇത് വലുതായി. കുറച്ചുകൂടി വലിയ പീസാണ്. ഇതിന്റെ ആണാണെന്ന് തോന്നുന്നു. സെയിം തന്നെ. പാടില്ല ആദ്യ വെള്ളയുടെ ബേബീസ് നമ്മ കണ്ടേന് കുറച്ചുകൂടെ വലുത്. എവിടെ കാണിക്കണ നോക്കിയേ. വൈറ്റിന് കാണാനല്ലേ നല്ല ക്യൂട്ട്. അതിന്റെ തലേന്റെ എലിക്കുഞ്ഞിന്റെ തല പോലെ. എന്താണ് നോക്കണത്?
എല്ലാത്തിനും ഉണ്ട് കേട്ടോ കുട്ടികള്, എല്ലാത്തിനും ഉണ്ട് കുട്ടികൾ. എല്ലാത്തിലും കുട്ടികളുണ്ട്. ഇവിടെ ഉണ്ട്, ഓരോന്നും ഓരോ സ്ഥലത്തുണ്ട് കേട്ടോ. ഓരോരുത്തരും കുട്ടികളൊക്കെ ഉണ്ട്, എല്ലാത്തിനും കുട്ടികളുണ്ട്. എല്ലാത്തിനും കുട്ടികളുണ്ട്. ഒരുത്തൻ ഇവിടെ അടിച്ചോണ്ടിരിക്കണം, ഉള്ളിക്കര അടിച്ചോണ്ടിരിക്കണം. ഇത് കണ്ട പാത്രത്തിൽ കൈ ഇട്ടുണ്ട് തിന്നോണ്ടിരിക്കുന്നു. പാത്രത്തിൽ കൊണ്ട് കൈ വെച്ചേക്കുന്നു. ആസ്വദിച്ചിരിക്കുന്നു. അച്ചു കുഞ്ഞു കുഞ്ഞു ചിഞ്ഞു 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 ആ ചിഞ്ഞു ചിഞ്ഞു കുഞ്ഞു ചിഞ്ഞപ്പി കുഞ്ഞു. പ്രായോഗിക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് മാറ്റിയാണ് നോട്ടുകൾ. ടൈമും ഡേറ്റ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതെല്ലാരും കൂടി എന്താണ് എനിക്ക് ഫാമിന് കൊടുക്കും വളർത്തകള് ഒരു ഇതൊക്കെ ബ്രീഡ് കുഞ്ഞുങ്ങൾ ഇവിടെ പൊടിക്കുഞ്ഞുങ്ങൾ. അയ്യോ ഏറ്റവും ചെറുത്. ഷീപ്പ് ഫാം കണ്ടു. അതിനുശേഷം റാബിറ്റിൻ്റെ ഒരു ചെറിയൊരു ഫാം അതും കണ്ടു. അടിപൊളി. ദ ബെനിഫിറ്റ്സ് ഓഫ് റാബിറ്റ് മീറ്റ്. ഹാർട്ട് പേഷ്യൻസിന് അല്ല കേട്ടോ, നോക്കി ഹാർട്ട് പേഷ്യൻസിന് അല്ലാതെ ചെയ്യുന്നുണ്ട്. കൊളസ്ട്രോൾ കുറവാണ്, റിച്ച് കാൽസ്യം ആൻഡ് ഫോസ്ഫറസ്, പ്രോട്ടീൻ വിത്ത് ഹൈ ബയോളജിക്കൽ വാല്യൂ, a safe food for human consumption. കൊള്ളാം. ഇവിടേക്ക് ഇരിക്കാട്ട് ഇങ്ങനെ ഇവിടെ ഇരുന്നിട്ട് ഫോട്ടോ എടുക്കാം. ഇവിടെ ഇരിക്കാം. ഇവിടെ ഒരു ചെറിയ ലേക്ക് ഉണ്ട്. എനിക്കൊന്ന് 400 ആടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏകദേശം ഒരു അയാൾക്ക് 47 ആടാണ് അയാളുടെ കയ്യിലുള്ളത്. നമ്മുടെ ആട്ടിടെ നമ്മൾ കണ്ട ആട്ടിടേൻ്റെ അടുത്ത്. അപ്പോൾ ഒരു 10 ടീം പോയിട്ടുണ്ടാവും. ഈ സ്ഥലങ്ങളിലൊക്കെ മേയിച്ച് കൊണ്ടുവന്നിട്ടാണ് അവർ കൊണ്ടുവന്നത്. അവിടെ ഒരു ലേക്ക് ഉണ്ട്, അടിപൊളി. അത് കൊള്ളാം, അത് കളിക്കി. To be